കേരള സ്റ്റോറി നമ്മൾ പറയുന്ന പോലെ ഒരു പ്രൊപ്പഗൻഡ ഫിലിം മാത്രമല്ല. നമ്മളതിനിങ്ങനെ ഈ പ്രൊപ്പഗൻഡ ഫിലിമുകളുടെ കാറ്റഗറിയിൽ കുറേയധികം പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞ കുറച്ച് മുമ്പ് ഇറങ്ങി. അങ്ങനെ കുറേയധികം പടങ്ങളുണ്ട്. പക്ഷേ ഈ കേരള സ്റ്റോറി ഒരു പ്രത്യേക ലീഗിൽപ്പെട്ട പടമാണ്. അതിൻ്റെ കാരണം ഇല്ലാത്ത ഒരു ഫിക്ഷണലായിട്ടുള്ളൊരു കാര്യം, ആ ഒരു കാര്യം പതിറ്റാണ്ടുകളോളം ഒരു പതിറ്റാണ്ടോളം പ്രചരിപ്പിക്കുക. ആ കാര്യം ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ പ്രചരിപ്പിക്കുക, പ്രൊപ്പഗൻഡ നടത്തുക. അങ്ങനെ പ്രചരിപ്പിച്ചതിന് ശേഷം ആ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കേസുകൾ ഉണ്ടാവുക. ആ കോടതി കേസുകളിൽ ഇവിടെ പരിശോധനയിൽ പോയി ഇങ്ങനെ ഒരു കാര്യമില്ലാന്ന് തെളിയുക. പിന്നീട് പാർലമെൻറ്റിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഭരണകൂടം പറയുക. എന്നിട്ട് അതേ കാര്യത്തിൻ്റെ പേരിൽ അതേ പേരുകളിൽ നിയമങ്ങളുണ്ടാവുക. ലവ് ജിഹാദ് ലോസ് എന്ന് പറഞ്ഞിട്ട് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇത് നമ്മളിതിന് കൃത്യമായ പാരലൽ കാണുക ജർമ്മനിയിലാണ്. ജർമ്മനിൽ ന്യൂറംബർഗ് ലോസ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ന്യൂറംബർഗ് നിയമങ്ങൾ. ഈ ന്യൂറംബർഗ് നിയമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആയിരുന്നത് ജൂതന്മാർ ആര്യന്മാരെ വിവാഹം കഴിക്കാൻ പാടില്ല. ജൂതന്മാരായ ആളുകൾ ആര്യവംശം പറഞ്ഞാൽ നോൺ ജ്യൂസ് ആയിട്ടുള്ള ആളുകൾ വിവാഹം കഴിക്കാൻ പാടില്ല. അതായത് ജർമ്മൻകാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാലും നിയമം. അത് അവർ കാരണമായിട്ട് പറയുന്നത് അത് പ്യൂരിറ്റി നഷ്ടപ്പെടുത്തും, ആര്യവംശത്തിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു ജൂതവംശജരുമായിട്ടുള്ള വിവാഹം വഴി എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഒന്ന് ഈ സ്ത്രീകളുടെ ലൈംഗികമായ ചോയ്സിനെ, ലൈംഗികമോ അല്ലെങ്കിൽ വൈവാഹികമായ ചോയ്സിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, റദ്ദ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ നിയമങ്ങൾ പ്രകാരം നിങ്ങൾ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച്, ഒരു സ്ത്രീക്കാണുള്ളത് പ്രശ്നമാവോ ഈ നിയമം? ഒരു ഹിന്ദു സ്ത്രീ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച് മുസ്ലിമായി കൺവേർട്ട് ആവാൻ പാടില്ല എന്നാണ് നിയമത്തിൻ്റെ അന്തസത്ത. കല്യാണം കഴിക്കാം പക്ഷേ കൺവേർട്ട് ആവാൻ പാടില്ല എന്നാണ്. ഇവിടെ രണ്ട് രീതിയിലുള്ള ചോയ്സാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുകയാണ്. ഒന്ന് കൺവേർട്ട് ചെയ്യാനുള്ള അവകാശം, മറ്റൊന്ന് തൻ്റെ ഒരു പങ്കാളി തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇത് രണ്ടിനും ഭരണകൂടം പേഴ്സണൽ ചോയ്സിൽ ഭരണകൂടം ഇടപെടുകയാണ്. അങ്ങനെ നിയമങ്ങൾ ജർമ്മനിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് ജർമ്മനിക്ക് സമാനമായൊരു രീതിയാണ്, സിറ്റുവേഷനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക്. അതാണ് നേരത്തെ നിഷാദ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസംഗം. ഒരു മുഖ്യമന്ത്രിയാണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രി രാവിലെ എഴുന്നേറ്റ് മാധ്യമങ്ങളോട് പറയുകയാണ്, അവന്മാർ ഓട്ടോറിക്ഷയിൽ കയറിയാൽ 5 രൂപയ്ക്ക് വരെ 4 രൂപ കൊടുത്താൽ മതി, അവന്മാരെ SIR അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം, അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുകയാണ്. അതായത് ഹേറ്റ് സ്പീച്ചിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഹേറ്റ് സ്പീച്ചിനെതിരെ സ്വമേധയാ കേസെടുത്ത് അതിൻ്റെ ജയിലിലുണ്ടതാണ്. അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഭരണകൂടം തന്നെ ഈ വിദ്വേഷത്തിൻ്റെയും ഒരു വംശഹത്യാ സ്വഭാവമുള്ള സെഗ്രിഗേഷൻ്റെയും ഭാഗമായി മാറിക്കൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള സ്റ്റോറി 300 കോടി രൂപയ്ക്ക് മുകളിൽ അത് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം ഭാഗം അതിൻ്റെ ഒരു മേക്കിംഗ് വെച്ച്, പ്രൊഡക്ഷൻ വെച്ച്, അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗൻഡ ഹെയ്റ്റ് സ്വഭാവം മാറ്റി വെച്ചാൽ തന്നെ അതിന് മേക്കിംഗ് വെച്ച് തന്നെ വളരെ പുവറായിട്ടുള്ളൊരു സിനിമയാണ്. അത് ഇന്ത്യയിൽ നിന്ന് 300 കോടിയിലധികം കളക്ട് ചെയ്തു. അപ്പോൾ അത് ഇനിയും പണം ഉണ്ടാക്കാൻ പറ്റിയ, ഹെയ്റ്റ് വിൽക്കുകയാണ് ഏറ്റവും ലാഭകരമായ ബിസിനസ് ഇന്ത്യയിൽ നിന്ന്. അത് കണ്ടുകൊണ്ടാണ് അവർ അതിൻ്റെ ഒരു സീക്വൽ ഇറങ്ങുന്നത്. ദീർഘകാല ലാഭം. ദീർഘകാല ലാഭം. ഒരു ക്വാളിറ്റി ഇല്ലാതെ സിനിമ എടുത്താൽ മതി, അത് കാണാനും ആളുകളുണ്ട്, അത് കൺസ്യൂം ചെയ്യാൻ ആളുകളുണ്ട്. കേരളത്തിൽ പോലും ഉണ്ടല്ലോ, മലയാളത്തിൽ അച്ചടിക്കുന്ന, മലയാളത്തിൽ വീഡിയോ ആയിട്ട് വരുന്ന എത്ര അധികം ഹേറ്റ് ഉണ്ട്, അത് എത്ര പേര് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പേര് ലാഭം കോടികൾ ഉണ്ടാക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഹേറ്റ് ഇന്ന് നല്ലൊരു വിപണി മൂല്യമുള്ള സാധനമാണ്. ആ വിപണി മൂല്യം തന്നെയാണ് ഇപ്പോൾ അത് ഒരു സീക്വൽ ഇറങ്ങാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഇത് അബദ്ധത്തിൽ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഇത് ബിസിനസ് ആക്കാമെന്ന് കരുതി കുറേ പേര് ഇറങ്ങിയെന്ന് മാത്രമല്ല, ഇതിന് കൃത്യമായ ഭരണകൂട പിന്തുണയുണ്ട്. RSSൻ്റെ ഒരു ദീർഘകാല പ്രൊജക്റ്റിൻ്റെ ഭാഗവും കൂടിയാണ്.